നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ മൃതശരീരം വിട്ടുകൊടുക്കുകയുള്ളൂ എന്നൊരു അറിയിപ്പ് തന്നെയാണ് ആ കുടുംബത്തിനും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതും ആ കുടുംബത്തിൻ്റെയും ആവശ്യമാണ്. കാരണം പിന്നീട് നിയമപരമായ എന്തെങ്കിലും സങ്കീർണതകൾ ഇതിന് പിന്നാലെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഒരു മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കും. അതുകൊണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് അവരുടെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി മാത്രമേ മൃതദേഹം വിട്ടു ലഭിക്കൂ എന്നതിനകം തന്നെ ആ കുടുംബത്തിനുള്ള ഒരു ആശയവിനിമയം വന്നിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നും. എന്തായാലും അവിടെ ജിതിനും മനാഫും അടക്കമുള്ള ആളുകൾ അവിടെ തങ്ങി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസമായി തന്നെ ആളുകൾ വലിയ തോതിൽ ഈ കുടുംബത്തെ സഹായിക്കാനായി രംഗത്ത് വന്നിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയൊക്കെയും രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരൊക്കെ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരികയും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസമെങ്കിലും എടുക്കും ഈ DNA ഫലം ലഭിച്ച ശേഷം മൃതശരീരം വിട്ടുകിട്ടാൻ, അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടം ലഭിക്കാനെന്നാണ് ഇപ്പോൾ കുടുംബത്തിനും ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പ്രതികരണം എന്ന രീതിയിൽ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഇനിയും ഉണ്ടായിട്ടില്ല. കാരണം അവർ വലിയൊരു ആഘാതത്തിലാണ്. കുറച്ച് ദിവസങ്ങളായി തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ് ഇത്തരമൊരു ദുരന്തം. എങ്കിലും പെട്ടെന്ന് ഈ ലോറി കണ്ടെടുക്കുകയും അതിനുള്ളിൽ അർജുനെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തതോടെ ഒരു വലിയ ഷോക്കിലേക്ക് കുടുംബം പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണ്. കഴിഞ്ഞ 2 മാസമായി നമ്മൾ പല ദിവസങ്ങളിലും വന്ന് പ്രതികരണം ആരായുകയും അവരോട് ഓരോ ദിവസത്തെ തെരച്ചിലിൻ്റെ പുരോഗതി തേടുകയും ഒക്കെ ചെയ്തു. ഒരു കുടുംബതുല്യമായ സ്നേഹം ഈ കുടുംബത്തോട് മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ടായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ജിതിൻ അവിടെ നിന്ന് ഏകോപിപ്പിക്കട്ടെ. അവിടെ നിന്നും ലഭിക്കുന്ന ആ വിവരങ്ങൾ ആ മുറയ്ക്ക് ഇവിടെ ബാക്കി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താമെന്നാണ് അറിയുന്നത്. എന്തായാലും 2 ദിവസത്തേക്ക് ഈ ഭൗതികാവശിഷ്ടങ്ങൾ എത്താൻ വൈകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിനും ലഭിക്കുന്ന വിവരം. നിങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആദ്യത്തെ കുറേ ദിവസങ്ങൾ ജീവനോട് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പിന്നെ എങ്ങനെയായിരുന്നു വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതീക്ഷ എല്ലാം വൈകിട്ടത്. ഇത്ര ദിവസം എവിടെയെങ്കിലും ഉണ്ടാവുന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അത് അറിയേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു ഇതിപ്പോൾ എങ്ങനെ കിട്ടണ്ടായിരുന്നു എന്നാണോ? കിട്ടണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ച വരെ പറഞ്ഞ് കിട്ടും ഞാൻ ജീവനോടെ തിരിച്ചു വരും, എങ്ങനെയെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷ മൊത്തം അല്ലേ ഈ അതിൻ്റെ ഒരു ഷോക്കിലാണ്. നമ്മൾ ചില കഥകളിലൊക്കെ കാണുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെയായിരുന്നു. എല്ലാവരും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ്. നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നോ ചെറുപ്പം? ഞങ്ങൾ രാഷ്ട്രീയ അർജുന് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അർജുൻ ഞങ്ങളുടെ വിവരം അറിഞ്ഞുകൊണ്ടും തന്നെ കുറച്ചുകൂടെ കൊടുക്കുന്നില്ല അമ്മ ഒക്കെ അവസാന പ്രാവശ്യം കൊടുത്തപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. വളരെ സജീവമായിരുന്നു പൊതുപ്ര നാട്ടിലൊക്കെ. ഈ അടുത്തിടെയായിട്ട് ലോറിയിൽ ഇങ്ങനെ ലോങ്ങായിട്ട് പോകുന്നത് കൊണ്ട് കുറച്ചെന്തെങ്കിലും കിട്ടുന്ന സമയത്ത് ഇവിടെ ഞങ്ങളെ കൂടുതൽ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അല്ലേ ഈ എല്ലാ കാര്യത്തിനും.